നമസ്കാരം. എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് പീച്ചി ഡാമാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻവശത്തു കൂടിയാണ്. ഒരു ഫോറസ്റ്റിൻ്റെ പ്രതീതി തന്നെയുണ്ട് ഇവിടെ. രണ്ട് സൈഡും വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് സ്കൂൾ തുറന്നു. മഴയൊന്നും കിട്ടിയിട്ടില്ല, വർഷക്കാലം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പീച്ചിയിൽ അധികം വെള്ളമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും അതിന് ഗാർഡനും മറ്റ് ഡാമും എല്ലാം ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് പോവുകയാണ്. തൃശ്ശൂരിൽ നിന്ന് 21 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ പാലക്കാട് ഹൈവേയിൽ പട്ടിക്കാട് എന്ന സ്ഥലത്ത് നിന്നാണ് തിരിയേണ്ടത്. തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പട്ടിക്കാട് ഓവർബ്രിഡ്ജ് ഉണ്ട്. ആ ഓവർബ്രിഡ്ജ് കയറുന്നതിന് മുമ്പ് ഹൈവേയിൽ സർവീസ് റോഡിലേക്ക് ഇടതുഭാഗത്ത് സർവീസ് റോഡിൽ കയറിയിട്ട് പാലത്തിൻ്റെ അടിയിൽ കൂടെ വേണം തിരിയാനായിട്ട്. നമ്മളങ്ങനെ ഫോറസ്റ്റിൻ്റെ ആ എൻട്രൻസിൽ എത്തി. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഈ എൻട്രൻസ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇടതോട്ട് തിരിഞ്ഞാൽ, ആ കാറ് തിരിയുന്ന പോലെ ഇടതോട്ട് തിരിഞ്ഞാൽ പീച്ചി ഡാമിന് താഴെയുള്ള പാർക്കിലെത്തും. പീച്ചി ഡാമിൻ്റെ മുകളിൽ നിന്നാണെങ്കിൽ നമുക്ക് വളരെ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം ഗാർഡനിലേക്ക് എത്താനായിട്ട്. നേരത്തെ കണ്ട വഴിക്കാണെങ്കിൽ നമുക്ക് ഗാർഡനിലേക്ക് എത്താം. ആദ്യം നമുക്ക് പീച്ചി ഡാമിലേക്ക് ഒന്ന് പോകാം. പീച്ചി ഡാമിൻ്റെ സൈറ്റെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വന്നിട്ട് ഇതുവഴി താഴെ ഗാർഡനിലേക്ക് പോകാം. അത്രയും സ്റ്റെപ്പ് കയറുന്നത് ഇറങ്ങുന്നതും ഒഴിവാക്കാമല്ലോ. നമ്മൾ ആ എൻട്രൻസ് കഴിഞ്ഞിട്ട് അല്പം കൂടി ഏതാണ്ട് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഇടതുവശത്താണ് പാർക്കിംഗ് ഉള്ളത്. വാഹനം ഇവിടെ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അല്പം ഒരു 50 അടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് എൻട്രൻസ് ഫീസ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഡാമിലെ മുകൾ ഭാഗത്തേക്ക് പോകാനായിട്ട്. നമ്മളങ്ങനെ അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് പോന്നു. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അകത്തേക്ക് പോന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് മലമ്പുഴ ഗാർഡിൽ നിന്ന് എത്ര കിലോമീറ്ററാണ്, അതുപോലെ ഓരോ സ്ഥലത്ത് തന്നെയും. നമ്മുടെ ഡാമിൻ്റെ മുകൾ വശത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, വെള്ളം ഒക്കെ വളരെ കുറവാണ്. എന്നാലും വളരെ മനോഹരമാണ് ഈ കാഴ്ച. സ്കൂൾ തുറന്നുകൊണ്ടാവാം ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. ഇവിടെ താഴെ കാണുന്നതാണ് ഗാർഡൻ അങ്ങ് ദൂരെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വഴിക്കാണെങ്കിൽ നമുക്ക് ഈ ഗാർഡൻ്റെ താഴെ വന്ന് വാഹനം പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഗാർഡനിലേക്ക് വരാം. മുകളിൽ നിന്നുള്ള
ഗാർഡന്റെ വ്യൂ ആണിത്. വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് സ്റ്റേഷനിലേക്കുള്ള പൈപ്പാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാലും വെള്ളമൊന്നുമില്ല, ഷട്ടറും തുറന്നിട്ടില്ല. ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞാലേ നമുക്കിവിടെ ഷട്ടറൊക്കെ തുറന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം കൂടി ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ക്യാൻറ്റീനും അതുപോലെ സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. നേരെ കാണുന്ന ഒരു പവലിയനാണ്. എൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് അവിടെ നിന്നുള്ള സൈറ്റ് കാണാം. ഇത് താഴെയുള്ള ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ള ഒരു വഴിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫോറസ്റ്റിലേക്ക് ട്രക്കിങ്ങിനൊക്കെ പോകുന്ന എന്നുള്ള ഒരു വഴി ഇവിടെ കാണാം. അല്പം ശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു സെറ്റപ്പൊക്കെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി. ഇതിനോട് നേരെ താഴെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഗാർഡനിലേക്ക് ആണെങ്കിൽ ഇവിടെ നിന്ന് വളരെയധികം താഴേക്ക് ഇറങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റോഡ് മാർഗം തന്നെ ഗാർഡനിലേക്ക് പോകാം.
മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ്. ഇവിടെ ആരോ ഫിഷിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പുറത്തേക്ക് വരുമ്പോഴും ഒരു ബോർഡ് കാണാം, ശബരിമല ബേക്കൽ ഫോർട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഡിസ്റ്റൻസ് എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് കയറിയിട്ട് നമ്മുടെ വാഹനത്തിൽ കയറി താഴെയുള്ള പാർക്കിലേക്ക് യാത്ര തുടർന്നു. നമുക്കിനി ഇവിടെ താഴെയുള്ള പാർക്കിലെ കാഴ്ചകൾ കൂടി കണ്ട് മടങ്ങാം. ഇവിടെ ബോർഡിൽ കാണുന്ന പോലെ എക്കോ ടൂറിസം പ്രോഗ്രാം, അതുപോലെ ഒരു എഞ്ചിനീയറിംഗ് മ്യൂസിയം അവിടെ ഉണ്ട്. ഞങ്ങൾ ഇതുവഴി പാർക്കിലേക്ക് പ്രവേശിച്ചു. അല്പം നേരം നമുക്ക് ഈ പാർക്കിൽ നിന്ന് ചുറ്റിക്കറങ്ങാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ സൗന്ദര്യമൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇവിടെ നല്ല രസമായിരിക്കും. ഇവിടെ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെള്ളം ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വെള്ളം ചാടുന്നതിന് വേണ്ടി കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയും വെള്ളം വളരെ കുറവായതുകൊണ്ട് അതൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. എങ്കിലും ചെറിയ രീതിയിലുള്ളൊരു ഫ്ലോ മാത്രമേ അവിടെ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഡ്രൈ ആയിട്ടിരിക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ഗാർഡൻ കണ്ട് ഈ ഗേറ്റ് വഴി തന്നെ പുറത്തേക്ക് വന്നു. മെയിൻ റോഡിലേക്ക് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ യാത്ര തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.